വന്നുകൂടിയിരിക്കുന്നു. ആശ്വാസവും സമാധാനവും കർത്താവേ. ലോകം കൊടുക്കുന്ന സമാധാനമല്ല കർത്താവേ. ഈ ഞങ്ങൾക്ക് നിന്റെ സമാധാനത്താലെ നിന്റെ മക്കളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ നരളി ചെയ്തവനായ കർത്താവേ. അവിടുത്തെ കർത്താവേ, അനേക വാസസ്ഥലങ്ങളുണ്ടല്ലോ, നീ ഞങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയതാണല്ലോ. നീ വീണ്ടും വരുമെന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട് കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസം ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ. ദൈവമേ, നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ മകളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കാണുവാനുള്ള ഒരു പ്രത്യാശ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ വിളിച്ചു വേർതിരിച്ചു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു ആ നീതിയുടെ കിരീടം നീ നൽകിയല്ലോ കർത്താവേ. എന്റെ മകൾക്ക് 80 വയസ്സ് വരെ ഭൂമിയിൽ ആയുസ്സുവായോഗ്യവും കൊടുത്തു. ഒരു വെള്ളിയാഴ്ചയോ പോലും കർത്താവേ നിന്റെ മകളുടെ ഭവനത്തിൽ ഇരുന്നിട്ടില്ല. എത്ര കർത്താവേ വയ്യാതെ ഇരുന്നിട്ടും കർത്താവേ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവെ ജീവിക്കുവാൻ തക്കവണ്ണം നിന്റെ മകൾക്ക് സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുക. കർത്താവിനെ അനുഗ്രഹീതരെ സ്നേഹപൂർവ്വം 1-2 അറിയിപ്പുള്ളത്. ഈ ഭവനത്തിലെ പ്രാർത്ഥനകൾ സമാപിപ്പിച്ച് 11:45 മണിയോടുകൂടി പള്ളിയിലെത്തത്തക്ക രീതിയിലാണ് ക്രമീകരണം ചെയ്തു വരുന്നത്. ഈ മാതാവിനെ കാണുവാനും സ്നേഹാഞ്ജലി അർപ്പിക്കുവാനുമായി പ്രിയപ്പെട്ടവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വഴി ക്രമീകരണം ചെയ്തു കൊടുക്കുവാനായിട്ട് ബന്ധുക്കള് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യണം. ഇവിടെ നിൽക്കുന്നവരൊക്കെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്തു ഈ മാതാവിനെ സ്നേഹപൂർവ്വം യാത്ര അയക്കുവാനായിട്ട് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അഭിമന്യരായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ലോകത്തോട് യാത്രയായിരിക്കുകയാണ്. മാതാവിന്റെ മരണം എപ്പോഴും വേദനാത്മകമാണ്. മരണം എല്ലായ്പ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അത് പിതാവിൻ്റെതായാലും മാതാവിൻ്റെതായാലും സഹോദരൻ്റെതായാലും ആരുടേതായാലും മരണം എപ്പോഴും വേദന നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ജീവിതത്തില് അമ്മയുമായുള്ള ബന്ധം എല്ലാവർക്കും വളരെ ശ്രേഷ്ഠമാണ്. നമ്മളെ പ്രസവിച്ച് വളർത്തി നമ്മുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ഉയർച്ചകളിലും വളർച്ചകളിലുമൊക്കെ അമ്മ സാന്നിധ്യം വളരെ സജീവമാണ്. അതുകൊണ്ടാണ് എപ്പോഴും അമ്മ ബന്ധം എന്ന് പറയുന്നത്. അമ്മയോടുള്ള ബന്ധം, അമ്മയോടുള്ള സ്നേഹം, അമ്മയോടുള്ള ആദരവ്, ഈ കുടുംബത്തിന്റെ പ്രകാശം, ഈ കുടുംബത്തിന്റെ വിളക്ക്, നാങ്കഴിയിലെ പ്രിയപ്പെട്ട മാതാവ് ലോകത്തോട് യാത്രയായിരിക്കുകയാണ്. അനുഗ്രഹീതമായ കുടുംബജീവിതം ഈ മാതാവിന് നൽകി. ദൈവം തമ്പുരാൻ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദാനമായിട്ട് നൽകി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അവര് ശുശ്രൂഷ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തില് മരണം കടന്നു വരുന്നതിന്റെ 1-2 ചിന്തകൾ പങ്കുവെച്ച് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. സങ്കീർത്തനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ പ്രമാണങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. വളരെ മനോഹരമായ ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്, നമ്മൾ പാർക്കുന്ന ഭവനം എന്ന് പറയുന്നത് താൽക്കാലികമായ ഭവനമാണ്, പരദേശവാസമാണ്. നമ്മൾ വീട് പണിഞ്ഞ് മനോഹരമായ പേരുകളൊക്കെ അതിനെ നിർദ്ദേശിക്കുകയും അതിനിടുകയും ഒക്കെ ചെയ്യും. പക്ഷെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്, നമ്മുടെ താമസവും ജീവിതവും സാക്ഷ്യവും ഒക്കെ വളരെ താൽക്കാലികമാണ്.
എപ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നു എന്നറിയുകയില്ല. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്ക്, ഈ ലോകത്തിൽ നമ്മൾ പരദേശികളാണ്, പരദേശവാസമാണ്, ക്ഷണികമായ ജീവിതമാണ്. ഈ ക്ഷണികമായ ജീവിതത്തിൽ നിന്റെ പ്രമാണങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. അതാ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഈ ചെറിയ ജീവിതത്തിൽ കീർത്തനമായിക്കൊണ്ട്, സംഗീതമാക്കിക്കൊണ്ട് ജീവിത ശുശ്രൂഷ സമാപിപ്പിക്കുമ്പോഴാണ് ഒരു ഭക്തൻ അർത്ഥപൂർണമായ ജീവിതം നയിക്കുന്നത്. ദൈവത്തിന്റെ വചനങ്ങൾ പഠിക്കുവാനും ക്രിസ്തീയമായ ജീവിത സാക്ഷ്യം നയിക്കുവാനും കഴിയുമ്പോഴാണ് ഈ കീർത്തനം നമ്മുടെ ജീവിതത്തിൽ പ്രഭ വരുത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഒന്നാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജീവിതം ക്ഷണികമാണ്. എല്ലാവരും ഓർത്തിരിക്കണം, ജീവിതത്തില് മരണം സുനിശ്ചിതമാണ്. മരണമെന്ന 3 അക്ഷരം ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എപ്പോൾ മരിക്കുമെന്ന് നിശ്ചയമില്ല. ജീവിതത്തിൽ മരണം എപ്പോഴുണ്ടായാലും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം. ഈ മാതാവ് 80 വയസ്സിലധികം ജീവിക്കുവാനായിട്ട് അവസരം നൽകി. വാർദ്ധക്യത്തിന്റെ ആ പ്രശാന്തമായ കാലഘട്ടം വരെ എത്തിച്ചേർന്നു. ഈ അടുത്ത സമയത്ത് ഞാനൊരു പഠനം വായിക്കുകയുണ്ടായി. വാർദ്ധക്യം തന്നെ 2-3 ഘട്ടങ്ങൾ തന്നെയുണ്ട്. ഒന്ന് യുവ വാർദ്ധക്യമാണ്. 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവരെയാണ് യുവ വൃദ്ധർ എന്ന് പറയുന്നത്. 70 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവരെ മധ്യവൃദ്ധർ എന്നാണ് പറയുന്നത്. വൃദ്ധരായ മധ്യവയസ്കര്. മൂന്നാമത്തെ ഒരു കൂട്ടരെ പറയുന്നത് പടുവൃദ്ധർ എന്നാണ്. 80 വയസ്സ് മുതൽ ഒരു 100 വയസ്സ് വരെ നമുക്ക് കണക്കാക്കാം. ഞാനിരിക്കുന്ന ദേവാലയത്തിൽ 115 വയസ്സുള്ള ഒരു അമ്മച്ചിയെ കാണുവാനായിട്ട് ഇടയായി. അതൊക്കെ ഈ വാർദ്ധക്യത്തിന്റെ പ്രശാന്തമായ സമൃദ്ധമായ ഒരു ജീവിതമാണ്. ഈ മാതാവ് ജീവിതത്തിന്റെ സമൃദ്ധമായ വാർദ്ധക്യത്തിന്റെ സമൃദ്ധമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജീവിതം സന്തോഷകരമായി ആഹ്ലാദകരമായി ഈ ലോകത്തോടെ യാത്രയാകുകയാണ്. പിരിഞ്ഞു പോകുമ്പോൾ സന്തോഷവും സമാധാനവുമാണ്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ച് ഓരോരുത്തരെയും ഓരോ ദേശത്താക്കി അവരെല്ലാം സഭയുടെയും സമൂഹത്തിന്റെയും പ്രവർത്തന മണ്ഡലങ്ങളിൽ വ്യാപരിച്ച് ദൈവ ശുശ്രൂഷ നടത്തിക്കൊണ്ടുവരുന്നു. ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഒന്നാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജീവിതം ക്ഷണികമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഓർപ്പിക്കുന്നത്, വിരുന്ന ഭവനങ്ങളിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപ ഭവനത്തിൽ പോകുന്നതാണ്. ഓരോ വിലാപ ഭവനത്തിലും നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയുന്നു, ദൈവമേ, ജീവിതം ക്ഷണികമാണല്ലോ, മരണമെന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ, ഞാനും ഈ ലോകത്തോട് യാത്രയാകേണ്ട ഒരവസ്ഥ ഉണ്ടാകുമല്ലോ. ഒരു തിരിച്ചറിവിന്റെ അനുഭവമാണ്. ഓരോ സംസ്കാര ശുശ്രൂഷയിലും നമ്മൾ പങ്കുചേരുമ്പോൾ, അകലെയായാലും അടുത്തായാലും ഓരോ ശുശ്രൂഷകളിലും പങ്കുചേരുമ്പോൾ മരണത്തെ നമ്മൾ കാണുകയാണ്, മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഈ മാതാവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്, ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നത് എന്റെ മരണത്തിന്റെയും എന്റെ ജീവിതാവസാനത്തിന്റെയും ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള അനുഭവതലമാണ്. രണ്ടാമത് ഓർക്കേണ്ടത്, ഓരോ സംസ്കാര ശുശ്രൂഷയിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ ജീവിതത്തിന് ഒരു പ്രത്യാശ ഉണ്ടാകണം. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ്, പ്രത്യാശയുടെ അനുഭവം. ഇവിടെ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. കാണപ്പെടാത്തതായ ഒരു ലോകം, സ്വർഗീയമായ കൂടാരം, നിത്യവാസസ്ഥലം, നമ്മുടെ പൂർവിക മാതാപിതാക്കന്മാരോടൊപ്പം താമസിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരം. അവിടെ ആ അവസരത്തിലേക്ക് നമ്മൾ ഉയരുവാൻ പോവുകയാണ്. ഈ മാതാവിന്റെ മൃതശരീരം ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. പിന്നീട് ഈ മുഖം പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ഓർത്തിരിക്കണം, ക്രിസ്തീയമായ പ്രത്യാശയിലാണ് ഈ മാതാവ് യാത്രയാവുന്നത്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവ് ഇന്നു മുതൽ എല്ലായിടവും ദൈവ സാന്നിധ്യത്തിൽ നിറയുകയാണ്. ഈ മാതാവിന്റെ മക്കള് പല സ്ഥലങ്ങളിലുണ്ട്. ഫിലാഡൽഫിയയിലും ഹൂസ്റ്റണിലും ഒക്കെ അവർ താമസിക്കുന്നുണ്ട്. പൂനെയിൽ താമസിക്കുന്ന മകളുണ്ട്.
ബന്ധുക്കളും കൊച്ചുമക്കളും ഒക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അവിടെയൊക്കെ ഈ മാതാവിനെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പല അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ഈ മാതാവ് താമസിച്ചു. പക്ഷെ ഇപ്പോൾ ആരും ഇനി കൊണ്ടുപോകേണ്ടതായ കാര്യമില്ല. ഈ മാതാവിനെ ലോകത്തിന്റെ ഏതു ഭാഗത്തും കാണുവാൻ സാധിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. വാങ്ങിപ്പോർ സജീവരായി നമ്മോട് പങ്കുചേരുന്നു. നമ്മൾ പ്രത്യാശയോടുകൂടി ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഈ മാതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. അതിന് വേറെ കൃത്യങ്ങളില്ല, അതിർവരമ്പുകളില്ല. അതിരുകളില്ലാത്ത ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അമ്മ സാന്നിധ്യവും പിതൃ സാന്നിധ്യവും നമുക്ക് എത്തിച്ചേരുന്നു. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഇന്നു മുതൽ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധന ക്രമത്തിൽ പറയുന്നത്, ഈ താൽക്കാലികമായ ജീവിതത്തിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്ന ഈ ദാസി, ഈ ദാസൻ ഓർത്തിരിക്കണം, താൽക്കാലികമായ ജീവിതത്തിൽ നിന്നും വേർപിരിയുകയാണ്, പ്രത്യാശയിലേക്ക് ഉയരുകയാണ്, നിത്യജീവനിലേക്ക് ഉയരുകയാണ്, എല്ലാവരും സജീവ സാന്നിധ്യമായി തീരുകയാണ്. ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. ദുഃഖത്തിലും വിലാപത്തിലും ഇരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. പ്രത്യേകമായി ഈ മാതാവിന്റെ ഭൗതിക ശരീരത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം, ദൈവമേ, സ്വർഗ കൂടാരങ്ങളിലേക്ക് ഈ മാതാവിനെ നീ കൊണ്ടുപോകണമേ. ഭൗതികമായ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കണമേ. ഈ മാതാവിന് ചൊല്ലി കൊടുത്ത എല്ലാ നന്മകൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ ദൈവപ്രസാദങ്ങൾക്കും ഞങ്ങളും നന്ദിയുള്ളവരായിരിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ദൈവം തമ്പുരാൻ സ്വർഗീയമായ വാഴ്വുകൾ നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അഗാധമായ അനുശോചനം സമർപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വാക്കുകൾക്ക് മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിൽ അച്ഛനും അനുഗ്രഹീതമായ സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി. ദൈവം കൽപ്പിച്ച് നൽകിയതായ ആയുസ് അനുഗ്രഹീതമായി പൂർത്തീകരിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ കർത്തൃദാസിയുടെ സസംസ്കാര ശുശ്രൂഷയിലാണല്ലോ നമ്മൾ ഓരോരുത്തരും സംബന്ധിക്കുന്നത്. നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ആ വലിയ ഒരു പ്രത്യാശയിൽ ഈ പ്രിയദാസിയെ നമുക്ക് യാത്രയയക്കുവാനും അവിടുന്ന് എഴുന്നള്ളുന്ന വലിയ ദിവസത്തിൽ ഈ ദാസിക്ക് കർത്താവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഈ ദാസിയുടെ ആത്മാവിന് ഇടയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ സന്ദർഭത്തിൽ പേരിശ്ശേരി ഈസ്റ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയെ സംബന്ധിച്ച് ഇടവകയുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരു കുടുംബമാണ് ഇത്. ഇടവക അംഗങ്ങളായ എല്ലാ വൈദിക ശ്രേഷ്ഠരും ഈ സസംസ്കാര ശുശ്രൂഷയിൽ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. ഈ പ്രിയ മാതാവ് ആ ഇടവകയിലെ ആരാധനയിലും പ്രത്യേകിച്ച് 8 നോയമ്പിന്റെ കാലഘട്ടങ്ങളിലൊക്കെയും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്ത ഒരു ദാസിയാണ്. ഇപ്പോഴും ഈ പ്രിയ മാതാവിന്റെ കൊച്ചുമകൻ ഫിലിപ്പ് ഇവിടെയുള്ള സമയങ്ങളെല്ലാം തന്നെ അവിടെ ശുശ്രൂഷയിൽ വളരെ സജീവമായിട്ട് അബ്ബഹായിലെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് എല്ലാവരോടും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഈ ഇടവകയുമായിട്ട് വളരെ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ആ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള് അതുപോലെ വിശ്വാസികൾ ധാരാളം ഈ ശുശ്രൂഷയിൽ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ ദാസിയുടെ വേർപാടിൽ മുഖ്യരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ഇടവകയുടെ അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടിയും ഇപ്പോൾ ഇടവകയുടെ ഭരണസമിതിക്ക് വേണ്ടി തൂവാങ്കോട്ട ട്രസ്റ്റ് ഇപ്പോൾ ഈ ദാസിയുടെ ഭൗതിക ശരീരത്തിന്മേല് ഇടവകയുടെ ആദരാജ്ഞനകൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. മൂന്നാം ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ്
ഫോട്ടോ എടുക്കുവാനുള്ള സമയമാണ്. ഒട്ടും സമയം കളയാതെ ഫോട്ടോ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. ശരീരം ദർശിക്കുവാനുള്ള സമയം പിന്നീട് അനുവദിക്കുന്നതാണ്. രണ്ടും കൂടി ഒരുമിച്ച് നടക്കത്തക്കതുകൊണ്ട് ഇനിയുള്ളവർ അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫോട്ടോ എടുക്കുക. പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പ്രശസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രവേശിപ്പിക്കണമേ. ശക്തിയും മഹത്വവും അറിയമേ നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവനാകുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു. സംരാജ്യമേ ഭാവികൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടു പോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മനുഷ്യരക്കാർ വരകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളെ ഇവിടെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ വസിക്കുമാറാകണമേ. ഓശോ അബുകൂല സുബാൻ ലവൽമീ. നീ ജീവനെടുത്തിടുമ്പോൾ മൃതരായി മണ്ണിൽ ചേരുന്നു. അത്രമഹത്വം വാഴട്ടെന്നോ പ്രതിഭാഷത്തിനും പിറവാസുജനെ വിടുവിച്ചോലെ നാമെല്ലായ്പ്പോഴും വിശ്രമേശ്വരിജയിക്കണം. പറക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പ്രാബല്യവും മാഞ്ഞു പോകാത്ത നല്ലുന്നതിയും സദാ നേരത്തും ഇടവിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായിരിക്കുന്ന കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിൽ നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരുടെ വരുവാനിരിക്കുന്നതിനുമായ മശിഹാ തമ്പുരാനെ സംഖ്യാതീതമായ നിരകളങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഖലയും തന്നെ ആഘോഷിക്കുന്നു.
ഉഗ്രമായ ശബ്ദത്തിലവിടെ നട്ടവസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചുപോകുകയും ആദ്യഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചേർന്ന സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടിതാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തികളുടെ വചനത്താൽ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവും ഭയങ്കരവുമായ നരസിംഹാസനം ഭാഗം കൂട്ടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിയെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളേണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും എന്നിൽ ഞാൻ അവനിലും വസിക്കും. അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന ജീവനുള്ള തിരുവായ കൊണ്ട് അറിയിച്ചതായ വചനം തമ്പുരാനെ ഞങ്ങളിലും ഈ നിന്റെ മകളിലും നിറവേറ്റേണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ പരേതരത്തിന്റെ വലത്ത് ഭാഗത്തുള്ളതിന് കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും കരയേറ്റുകയും ചെയ്യുമാറാകേണമേ. ഹോശോ വബുകൂല സുബാൻ ലൗൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. നഗര കവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ട് ഒരു നാഥം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിനദത്തെ തരുണന്മാരെയും ബാലന്മാരെയും കണ്ട് പ്രഭുനിതകളും ദാസികളും സാന്ത പാരാവത്തിൽ പാടുന്നു. സമേതം ചോദിച്ചേൻ കേടുന്നേവം സോദരരെ വിതയോട് നിന്നു പാടിയിടും നിന്നോടോതി മൂട മിണ്ടാതെ നീ കാണുന്നൊരു പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബരൻ ഭൂഷ സുഭഗതയെ മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യന് തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽ കൊടിയുന്നേ തന്നൊന്നു മഞ്ഞിന് തുല്യം ഈ സൗന്ദര്യം സന്ധ്യ വേളയതിൽ വാടിയിടുമ്പോവിന് തുല്യം പാതാളത്തിൽ പാഴ രൂപത്തിൽ കലിയുഗ കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ സർവ ധീശാസ്തോത്രം സ്തോത്രം നീ ബലവാനും കാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവ് തിരുസന്നിധിയിൽ നീ എടുത്തിരിക്കുന്നതിനാല് നിത്യ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരുശലേമിൽ മോഹനീയ വാസസ്ഥലത്ത് ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹാക്കുകയും ചെയ്യണമേ. മോറൻ വാലോകാലവൽമീ പരിചാരികനാത്മാതി സസമാധാനം കൈക്കൊള്ളുക കന്മഷമകിലും മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ നിർമായ നീയേകന്ത
അപരാധികൾ അർഹിച്ചിടും അരകത്തിനിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം ബാറക്കുമോ മൃതിയെ നീ ജളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നിനക്ക് അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവ് അവരെ വിസ്തരണം ചെയ്യും നൂനം. എബ്രഹാം എപ്പിസ്കോപ്പ, പന്തിനായ റമ്പാച്ചൻ, സഹോദര വൈദികരെ, ഈ അമ്മയുടെ സ്നേഹം പങ്കുവെക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത സ്നേഹിത സമൂഹമേ, കർത്തൃ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ കൂടി വന്നിരിക്കുന്നു. മരണം ദുഃഖകരമാണ്, സങ്കടം ഉളവാക്കുന്നതാണ്. പക്ഷേ ദൈവസഭ സന്തോഷത്തിന്റെ കീർത്തനങ്ങളെ പാടിക്കൊണ്ട് മൃതരാകുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ലോകപരമായി മരണം ദുഃഖമുളവാക്കുന്നതാണെങ്കിൽ ദൈവവചനാനുസൃതമായി ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന ദൈവിക അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന വലിയൊരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ സഭ സ്തോത്ര കീർത്തനങ്ങളാൽ ഈ ആരാധനയെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ പ്രൊഫസറായിരിക്കുന്ന ബഹുമാന്യനായ ജോൺ തോമസ് അച്ഛൻ ദൈവവചനം അത് സംബന്ധിച്ച് നൽകുന്ന പ്രത്യാശയെക്കുറിച്ച് ആത്മീയ പ്രബോധനം നൽകിയുണ്ടായി. ഏറെ കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഈ പ്രദേശ നിവാസികളുടെ ഒരു പ്രതിനിധിയായി ഒരു വാക്ക് പറയുവാൻ തക്കോണം ഞാൻ കർത്താവിനെ ശരണപ്പെടുകയാണ്. ഇവയ്ക്ക് ആയുസ്സും ആരോഗ്യം നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. ആരോഗ്യത്തോടെ ആയുസ്സോടെ ഇരുന്ന കാലം അത്രയും ചുറ്റുപാടുകളെ സ്നേഹിക്കുവാൻ, എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുക്കുവാൻ, എല്ലാവർക്കും മാതൃകാപരമായ ജീവൻ നയിക്കാൻ, എല്ലാ ജാതി മതസ്ഥരായ ആളുകളോടും സ്നേഹം പങ്കുവെക്കുവാൻ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരമ്മയാണ്. ബഹുമാനപ്പെട്ട മലയിൽ പള്ളിയുടെ വികാരി അച്ഛൻ ഓർപ്പിച്ചു ആ ദേവാലയവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. എന്റെ കൊച്ചു പ്രായത്തിലൊക്കെ ഞാൻ വിചാരിച്ചു വരുന്നത് ഈ ഭവനം മലയിൽ പള്ളിയിലെ പേരിശ്ശേരി ഈസ്റ്റ് പള്ളിയിലെ ഒരു ഇടവക കുടുംബമാണെന്ന്. കാരണം എല്ലാ കാര്യങ്ങളിലും, പള്ളിയുടെ നിർമ്മാണ കാര്യത്തിലെ പിരിവ് കാര്യങ്ങളിലൊക്കെ ആയാലും, ആരാധനയിലായാലും ആധ്യാത്മിക കൂട്ടായ്മയിലായാലും ഈ കുടുംബത്തിലെ അംഗങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഈ ഭവനത്തിലെ മക്കളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചത് അവിടെയാണ്. ഇളയ മകൻ റോയി അവിടെ സൺഡേ സ്കൂളിൽ പഠിക്കുക യുവജന പ്രസ്ഥാനത്തിൽ സജീവ നേതൃത്വം നൽകുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഇവിടുത്തെ കുഞ്ഞുമാമയൊക്കെ ഇടവയിൽ കെട്ടിച്ചിരിക്കുന്നുള്ളത് കൊണ്ട് ആ ഭവനവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളൊക്കെ ഈ ഭവനവുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടുവാനായിട്ട് സമയം ലഭിച്ചിട്ടുണ്ട്. ഈ നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയും പ്രാപ്തമായ കൃപയിൽ ദൈവം പരിപാലിച്ചതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. പരിശുദ്ധ വേദപുസ്തകം പറയുന്നു, മരണം ദുഃഖകരമായ അനുഭവത്തിലേക്ക്, ഒന്നുമില്ലായ്മയിലേക്ക്, വെറുമയിലേക്ക് താഴ്ത്തപ്പെടുന്ന ഒരു അനുഭവമല്ല, ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന, ജീവിച്ച കാലം അത്രയും കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി, താൻ സ്നേഹിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയ ഒരമ്മ ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യയായി ഉയർത്തപ്പെട്ടിരിക്കുക. ഇനി വേറെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി മധ്യസ്ഥയായ ദൈവം ഉയരങ്ങളിലാക്കി വെക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ കർത്താവ് ഒരു ദൈവിക മർമ്മം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്ത് ലൗകികമായ ജീവിതം നയിച്ച്, സുഖലോലുപതയിൽ ജീവിതം നയിച്ച്, സാൻമാർഗികമല്ലാത്ത ജീവിതം നയിച്ച് കടന്നുപോയ ധനവാൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഉയരങ്ങളിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അബ്രഹാം പിതാവിന്റെ മധ്യസ്ഥതയിൽ അക്കരെ നാടിന്റെ മനോഹാരിത, ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഉണ്ടായ ആത്മീയ സുഹൃതം അനുഭവിച്ച് ധനവാൻ ചോദിക്കുന്നു, എനിക്കൊരു അനുവാദം തരണം, ഈ ലാസറിന്റെ വിരൽ തൊട്ട് ഒരു തുള്ളി എന്റെ നാവിനെ നനയ്ക്കണം. അതിനുശേഷം പറയുന്നു, എന്റെ സഹോദരങ്ങൾ ലോകത്തിൽ ദൈവത്തെ അറിയാത്തവരായി,
ലോകമയമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നെ അങ്ങോട്ടൊന്ന് അയക്കണം. ഞാൻ പോയി അവർക്ക് ദൈവവചനം, നീ നൽകുന്ന പ്രത്യാശയുടെ അനുഭവം, ഈ എടുക്കപ്പെടുന്ന ലോകത്തിൽ നീ നൽകുന്ന നന്മകളെ എന്റെ സഹോദരവർഗത്തിനൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ നീ അനുവദിക്കണം. കർത്താവ് പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും ഒക്കെ ഇവിടെയുണ്ട്, ദൈവവചനമുണ്ട്, അത് വായിച്ചവർ വളരട്ടെ. ദുഷ്ടനായി ജീവിച്ച ധനവാൻ തമ്പുരാനോട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ആത്മീയ സുഹൃത്തത്തിൽ ജീവിച്ച ഈ അമ്മ എല്ലാവർക്കും വേണ്ടി എത്രയധികം പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ഓർത്തു പോകുകയാണ്. ഇനി അല്പം കൂടെ കഴിഞ്ഞാൽ ദേവാലയത്തിൽ സംസ്കരിക്കും. ഭൗതിക കണ്ണുകളാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് നിന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഭൗതികമായി നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ബഹുമാനായ ജോയിസ് തോട്ടക്കാടും ജോൺ തോമസ് അച്ഛന്റെ കുഞ്ഞും എന്റെ മകനും എല്ലാം കൂടെ ഈ ലോകം മുഴുവൻ കാണുവാൻ തക്കോണം, ദർശിക്കുവാൻ തക്കോണമുള്ള സംവിധാനങ്ങൾ, യന്ത്ര സാമഗ്രികൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നിൽക്കുന്നവരെയും ഈ ശുശ്രൂഷകളെയൊക്കെ ഈ ലോകത്തിന്റെ ഏത് കോണിലും ആയിരിക്കുന്ന മക്കൾക്ക്, സ്നേഹിതർക്ക് കാണുവാൻ തക്കവണ്ണം ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുക. ആ യന്ത്രത്തിന്റെ പ്രവർത്തനം അവരെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ കാഴ്ച നിലയ്ക്കും. പക്ഷെ ഈ അമ്മയുടെ സ്നേഹം ഉള്ളിലാക്കിയിരിക്കുന്നവർക്ക്, ഈ അമ്മയുടെ സ്നേഹം അനുഭവിച്ചവർക്ക്, ഈ അമ്മ പോറ്റി പുലർത്തി വളർത്തിയ മക്കൾക്ക്, തലമുറകൾക്ക്, കൊച്ചുമക്കൾക്ക് ഏത് യന്ത്രങ്ങൾ ഓഫ് ചെയ്താലും മറയപ്പെടാത്ത ദൃശ്യങ്ങൾ അന്തരംഗത്തിൽ കാണും. ഓരോ ദിവസവും അത് ഓർത്തണം. ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ വചനത്തിലൂടെ ഓർപ്പിച്ചു, ഈ അമ്മയുടെ നല്ല മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് ലോകത്തിന് കാഴ്ചവെക്കണം. തീർച്ചയായിട്ടും അമ്മയുടെ സ്നേഹം അനുഭവിച്ച, ലാളനയിൽ പെല്ലാളനയിൽ വളർന്ന തലമുറ ഒട്ടും മാറ്റമില്ലാതെ ദൈവിക ശുശ്രൂഷയിൽ, ദൈവാരാധനയിൽ, പരിശുദ്ധ സഭയുടെ ചിട്ടവട്ടങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഈ കൂടി വന്നിരിക്കുന്ന എല്ലാ നാട്ടുകാരുടെയും സ്നേഹിതരുടെയും ചുറ്റുപാടുള്ള എല്ലാവരുടെയും ഒരു പ്രതിനിധി എന്നവണ്ണം ഈ കുടുംബത്തോടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ദൈവസന്നിധിയിൽ മുട്ടിപ്പാട്ട് ഞങ്ങളെ ചേർന്ന് യമച്ചിയ സ്വർഗീയ ഭവനങ്ങളിൽ പ്രത്യാശയുടെ തീരത്ത് മോഹനീയ വാസസ്ഥലത്ത് തമ്പുരാൻ അനുഭവപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് വേദനകളെ നീക്കി കണ്ണിലെ കണ്ണുനീരിനെ മാറ്റി ആശ്വാസത്തിന്റെ കൃപ ദൈവവചനത്താൽ തമ്പുരാൻ അയച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയാലും കരുണയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രചോദനം നൽകിയിട്ടുള്ള ഒരു അമ്മയായത്. എൻ്റെ അമ്മയുടെ അനിയത്തിമാരെക്കാളും അതുപോലെ അപ്പൻ്റെ പെങ്ങന്മാരെക്കാളും ഒക്കെ ഉപരിയായി എന്തോ ഒരു പ്രത്യേകത ഈ അമ്മയിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരക്കാണെങ്കിലും ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. 969 വയസ്സ് വരെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ആ മനുഷ്യന്റെ പേര് മെതുശലേം എന്നായിരുന്നു. ആ മെതുശലേമിന്റെ അപ്പൻ ഹാനോക്ക് 365 വയസ്സ് വരെ ജീവിച്ചു ഭൂമിയിൽ. എന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം ആ മനുഷ്യൻ ദൈവത്തോടുകൂടി നടന്നു. ദൈവത്തോടുകൂടി നടക്കുക മാത്രമല്ല, ഒരു മനുഷ്യൻ ദൈവത്തോടുകൂടി നടന്നു എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മനുഷ്യൻ ആരായിരിക്കും? ഒരു മനുഷ്യൻ ദൈവത്തോടുകൂടി നടന്നു. അതിനേക്കാൾ ഉപരിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു വംശപാരമ്പര്യത്തെ, കർത്താവിന്റെ വംശപാരമ്പര്യം ദൈവനാമത്തോട് ചേർത്തു ഉടലോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആ മനുഷ്യൻ ദൈവത്തോടുകൂടിയുള്ള വാസം, ആ ദൈവത്തോടുകൂടി നടന്നത്, ആ ദൈവത്തോടുകൂടി ജീവിച്ചത്, ആ അനുഗ്രഹത്തിന്റെയും ആ പ്രാർത്ഥനയുടെയും ജീവിതത്തിന്റെയും നൽഫലമാണ് ആ സന്തതി 969 വയസ്സ് വരെ ഭൂമി ജീവിച്ചു. ഈ അമ്മയുടെ പ്രാർത്ഥനയാ ഈ മക്കളുടെ എല്ലാ അനുഗ്രഹം, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെയൊക്കെയും ഭവനങ്ങളുടെ അനുഗ്രഹം. പിന്നെയും ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ സൂചിപ്പിച്ചു, ഒരു വലിയ പ്രത്യാശയുടെ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് ഈ ആത്മാവ് ഇപ്പോഴും സന്തോഷിക്കുക. കാരണം മരിച്ചവനെ ഓർത്ത് കരയണ്ട, വഴിതെറ്റിപ്പോയവനെ ഓർത്ത് കരഞ്ഞാൽ മതി. മരിച്ചവനെ ഓർത്ത് കരയണ്ട. കാരണം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ മരണം എന്ന് പറയുന്നത് നിത്യതയുടെ പ്രവേശനം. അതുകൊണ്ട് ഈ ലോകത്തിലെ കട്ടതയിൽ നിന്ന് മാറി എൻ്റെ കർത്താവിനോടുകൂടി ആയിത്തീരുന്ന ഒരു അനുഭവം, പ്രത്യാശയുടെ അനുഭവം, വാനസേനകളോടുകൂടി
ഈ അമ്മ പ്രാർത്ഥിക്കും, വംശത്തിനും ദേശത്തിനും പ്രാർത്ഥിക്കും. അതെ, ഞാൻ പറഞ്ഞതുപോലെ ആ 969 വയസ്സ് ഒരു മനുഷ്യൻ ജീവിച്ച ഈ ഭൂമിയിൽ, ആ മനുഷ്യന്റെ അപ്പൻ 365 വയസ്സ് വരെ ഭൂമി ജീവിച്ചുള്ളൂവെങ്കിലും ആ ജീവിതത്തിൽ ആ സന്തതി പരമ്പരകൾക്കുള്ള അല്ലെങ്കിൽ ആ പ്രത്യാശയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായെങ്കിൽ ദീർഘായുസിനോ ഏതു കാര്യത്തിനോ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ അമ്മ പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, കുടുംബ വംശത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഹാനോക്ക് ചെയ്തതുകൊണ്ട് അവന്റെ സന്തതി എത്ര നാൾ ജീവിച്ച ഇന്നത്തെ മനുഷ്യനോട് പറഞ്ഞിരിക്കുന്ന നീ ഒരു കോമളയത്രേ. 969 വയസ്സ് വരെ ജീവിച്ച ഈ ഭൂമി, മനുഷ്യൻ ജീവിച്ച ഈ ഭൂമിയിൽ ഇന്നത്തെ മനുഷ്യനോട് പറഞ്ഞത് നീ ഒരു കോമളയത്രേ. എന്തുകൊണ്ട്? ആ ഹാനോക്കിന്റെ ജീവിതം സമർപ്പണമായിരുന്നു. സന്തതിക്ക് വേണ്ടിയുള്ള സമർപ്പണം, ദേശത്തിന് വേണ്ടിയുള്ള സമർപ്പണം, ജീവിത വിശദീകരണത്തിന് വേണ്ടി, നിത്യരാജ്യത്തിന് വേണ്ടിയുള്ള സമർപ്പണം. ആ ഒരു ഉദ്ദേശം ഈ മാതാവിനുമുണ്ട്. വികാർപെട്ടു പോകുന്ന എല്ലാ ആത്മാക്കൾക്കും ആ ഒരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ആ അനുഭവത്തെ നമ്മൾ ശ്ലാഘിച്ചുകൊണ്ട് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അനുശോചനം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. ഒന്നിനായ പ്രഭാഷൻ, ഒന്നിനായ ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ, തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ, പ്രിയപ്പെട്ട ബിജു അച്ഛൻ, ജിജു അച്ഛൻ, ടിജു അച്ഛൻ, കർത്താവിൽ പ്രിയമുള്ളവരെ, ഞാൻ പ്രസംഗിക്കാനായിട്ട് നിന്നതല്ല. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ താമസിയാതെ കടന്നു വരും. ഇപ്പോൾ പ്രാർത്ഥന അച്ഛനും കൂടെ വന്നിട്ട് മതി എന്ന ഒരു ധാരണയിലാണ് ഒരു വാക്ക് സംസാരിക്കുവാൻ ഞാൻ നിൽക്കുന്നത്. ഈ അമ്മാമയെ പറ്റി ഓർക്കുമ്പോൾ നാം എല്ലാം അമ്മാമയെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കുട്ടിയമ്മാമ. ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന ഒരു അമ്മയാണിത്. ഇവിടുത്തെ കുഞ്ഞുകുട്ടിച്ചായൻ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെയുള്ള എല്ലാ സഹോദരങ്ങളെയും അതുപോലെ സഹോദരിമാരെയും ഒരമ്മ അവരെ എങ്ങനെ കരുതുമോ അതുപോലെ കരുതി വർഷങ്ങൾ മുമ്പ് ഈ ഭൂമിയിൽ ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും അനുഭവിച്ച് കടന്നു പോകുന്ന ഒരു അമ്മയാണ് ഈ കുട്ടിയമ്മ. ബന്ധപ്പെട്ടവരോടും സ്നേഹിതരോടും ഞങ്ങളോടൊക്കെയും ഒത്തിരി സ്നേഹത്തോടെ പെരുമാറിയ പ്രിയപ്പെട്ട അമ്മാമ്മ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം പ്രത്യാശയുടെ ഒരു അനുഭവമാണ് അമ്മാമ്മയുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത്. ഒരു പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഒരുവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് വെറുതെ എന്ന് പറയരുത്, അവന്റെ മരണവും അവന്റെ സംസ്കാരവും കണ്ടിട്ട് വേണം പറയാൻ. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട അമ്മാമ്മ ഭാഗ്യവതിയാണ്. കാരണം പ്രിയപ്പെട്ട മക്കളെയൊക്കെയും അതുപോലെ അനുജന്മാരെയും പ്രിയപ്പെട്ട എല്ലാവരെയും സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടതെല്ലാം കരുതിക്കൊടുത്ത് ഇപ്പോൾ എല്ലാവരും ജീവിതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പല തുറകളിലായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അവസരം, പ്രത്യാശയോടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു അനുഭവം. കർത്താവിൽ പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് വലിയ സംഗതി എന്ന് പറയുന്നത്. ഒരു എഴുത്തുകാരൻ പറയുന്നു, നീ ജനിച്ചപ്പോൾ നീ കരഞ്ഞു, മറ്റുള്ളവർ ചിരിച്ചു. നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നാൽ നീ മരിക്കുമ്പോൾ നീ ചിരിക്കുകയും മറ്റുള്ളവർ കരയുകയും ചെയ്യണം. അതുപോലെ ഒരു അനുഭവമാണ് ഈ അമ്മാമയ്ക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നാം എല്ലാ ലോകത്തിൽ ജനിക്കുമ്പോൾ കരയുന്നവരാണ്, എന്നാൽ മരിക്കുമ്പോൾ ചിരിക്കുവാൻ ആരെ കൊണ്ടെങ്കിലും സാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും കടന്നു വന്ന് ചിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് ചിന്തിച്ചാൽ ഈ പ്രിയപ്പെട്ട അമ്മാമ്മ ഇന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സംതൃപ്തിയോടെയാണ് കടന്നുപോയിരിക്കുന്നത്. കാരണം ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അമ്മാമ്മ ചെയ്തു തീർത്തു.
മക്കളെ അവർ പോകേണ്ട പാതയിൽ കൂടെ നടക്കുവാനൊക്കെ പരിശീലിപ്പിച്ച് വളർത്തി. അനുജന്മാരെയും അതുപോലെ തന്നെ ഇവിടെയുള്ള സഹോദരിമാരെയും ഒക്കെയും സ്നേഹിച്ച് വളർത്തി. ഇപ്പോൾ ഇതാ ഞാൻ കടന്നു പോകുന്നു. ഇനിയും ഒരു കാര്യമേ എനിക്ക് നിങ്ങൾ ഓർപ്പിക്കുവാനുള്ളൂ എന്ന് ഈ അമ്മാമ്മ പറയുന്നു. പ്രാർത്ഥിപ്പീൻ പ്രിയരെ എൻ പേർക്കായി, എന്റെ പേർക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ളത്. ആകയാൽ ഈ പ്രിയദാസി കടന്നു പോകുമ്പോൾ സംതൃപ്തിയോടെ കടന്നു പോകുന്നു. പ്രത്യാശയോടെ നമുക്ക് യാത്രയാക്കാം. കുറെ കഴിയുമ്പോൾ പാട്ട് പാടുന്നുണ്ട്. ക്രോബകളാർക്കും സ്രാപ്പികൾ കുഴലൂതും പറുദീസാതൻ അവകാശി വരിക. ഒരു വലിയ സമൂഹം ഉയരത്തിൽ നിന്നുകൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ട് പറുദീസായുടെ അവകാശി കടന്നു വരിക എന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ അമ്മാമ്മ കടന്നു ചെല്ലുന്നത്. ആ സമൂഹത്തിൽ ചേർന്നു നിന്നുകൊണ്ട് കയ്യിൽ കുരുത്തോലകൾ പിടിച്ച് രാപകൽ ആരാധിക്കുന്ന സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ അമ്മാമയെ നമുക്ക് പ്രത്യാശയോടെ യാത്രയാക്കാം. എല്ലാ യാത്രാ മംഗളങ്ങളും നേരുന്നു. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ഈ ഭവനത്തിൽ നിന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ കൂടുതൽ ബന്ധം ഈ ഭവനവുമായിട്ടുണ്ട്. ഈ അമ്മാമയെ പ്രത്യാശയോടെ യാത്രയാക്കുന്നു. ഈ അമ്മാമ ജീവിച്ചിരുന്നപ്പോൾ കാണിച്ചു തന്ന എല്ലാ നല്ല മാതൃകകളെയും നമുക്ക് പിന്തുടരാം. അല്പമായോ കുറവുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവമേ അത് പൊറുക്കണമേ എന്ന ദിവസം നാം പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ ഇരുന്ന് ഈ പ്രിയാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഭവനത്തിലെ സമാപന പ്രാർത്ഥന ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശുഭപ്രാർത്ഥന നടത്തിയിട്ട് മൃതശരീരം ദേവാലയത്തിലേക്ക് എടുക്കാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശുഭപ്രാർത്ഥന അർപ്പിക്കുന്നു. മക്കളെ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ, പോലെ മാറ്റുമോ ശരണത്താലെ ജീവാസനു ധ്യാനത്തിനായി ഏവർക്കും നൽകുന്നു കബറുകളിൽ എന്റെ ശരീരം ഭാഷിച്ചെന്തക്കം പാലം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായിടാനും അവൻ ജീവിപ്പാരംഗത്തിട്ട് മരിച്ചത് ഞാൻ എന്നും കാത്ത തന്നറിയുന്ന മഹത്വം മേലെ നിറഞ്ഞിരിക്കുന്നവനെ കർത്താവിൽ അനുഗ്രഹീതരെ, ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയോടെ സമാപിച്ചു. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കുള്ള അന്ത്യചുംബനം കൊടുത്ത ഈ അമ്മച്ചിയെ ദേവാലയത്തിലേക്ക് മൃതശരീരം എടുക്കുന്ന അവസരമാണ്. ആയതുകൊണ്ട് ഏറ്റവും അടുത്തുള്ളവര് ഇപ്പോൾ ചുംബനം കൊടുത്ത് സന്തോഷകരമായി മാതാവിനെ യാത്ര അയച്ചാൽ
ഇതോട് ഞാനിതാ മുഖമായ ഭാഷയിൽ യാത്ര ചോദിക്കുന്നു. എന്റെ ബന്ധുമിത്രാദികൾ ശാസ്ത്രകാരുമേ എനിക്ക് വേണ്ടി ഈ മുറ്റത്ത് നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അന്ത്യ ചുംബനം നൽകുന്നവർ മാത്രമേ ഇവിടെ നിൽക്കാവൂ. ബാക്കിയുള്ളവർ ദയവ് ചെയ്ത് ദേവാലയത്തിലേക്ക് പോകാനുള്ള ക്രമീകരണം ചെയ്യണം എന്നുള്ള കാര്യം സംഘത്തിൽ അറിയിക്കുന്നു. ആരും ഇവിടെ നിന്ന് ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ക്രമീകരിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ ദേവാലയത്തിലേക്ക് പോകാൻ തക്കവണ്ണം തയ്യാറാകണം എന്ന സ്നേഹത്തോടെ അറിയിക്കുന്നു. വീണ്ടും അറിയിക്കട്ടെ, ഈ ദേവോത്സവത്തിന് അടുത്ത് നിന്ന് ആരും തൊല്ലുണ്ടാക്കരുത്. ദേവാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര് ക്രമീകരിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ കയറണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. അന്ത്യശുഭനം നൽകുവാനും ഉള്ളവർ മാത്രമേ ഈ ശരീരത്തിന് അടുത്ത് നിൽക്കാവൂ എന്നുള്ള കാര്യവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഗായക സംഘത്തിന്റെ അറിവിലേക്ക് ദയവ് ചെയ്ത് ഗായക സംഘം മുൻപോട്ട് നീങ്ങണം. ഗായക സംഘത്തിന്റെ അറിവിലേക്ക് ദയവ് ചെയ്ത് ഗായക സംഘത്തിന്റെ വാഹനം മുൻപോട്ട് നീങ്ങണം. റോഡിന് ഏറ്റവും മുൻപിലായി ഗായക സംഘത്തിന്റെ വാഹനം നിൽക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോട് അറിയിക്കട്ടെ. അതിന് പിന്നിലായി ദേവാലയത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതാണ്. Sweet
മൃതശരീരം ആംബുലൻസിലേക്ക് കയറ്റുവാനുള്ള ക്രമീകരണം ചെയ്യണം. മൃതശരീരം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അത് പിടിക്കുവാൻ മാത്രം ഒരുങ്ങിയിരിക്കുന്നവർ ക്രമീകരണം ചെയ്യണം. കുരിശ് ശിവഗിരി